ഒരു കാർട്ടൂൺ കഥാപാത്രം എന്നതിനപ്പുറത്തേക്ക് ഡിസ്നിയെ സംബന്ധിച്ച് മിക്കി മൗസിനുള്ള പ്രാധാന്യം വളരെയേറെയാണ്. വിനോദ വ്യവസായത്തിൽ ഡിസ്നിയുടെ ആധിപത്യം അരക്കിട്ട് ഉറപ്പിക്കാൻ സഹായിച്ച ഒരു കഥാപാത്രമാണ് മിക്കി മൗസ്. ഒരിക്കൽ ഫ്ലോറിഡയിലെ ശിശുസംരക്ഷണ കേന്ദ്രത്തിൽ മിന്നി മൗസിൻ്റെ ചുവർച്ചിത്രം വരച്ചതിന് പകർപ്പവകാശ നിയമപ്രകാരം കേസ് നൽകിയിരുന്നു. ഇതേ രീതിയിൽ കുട്ടികളുടെ കല്ലറയിൽ വിന്നി ദി പൂനിൻ്റെ ചിത്രം കൊത്തിവെക്കുന്നത് ഡിസ്നിയുടെ പകർപ്പവകാശം ലംഘിക്കുന്നതാണെന്നും പറഞ്ഞിരുന്നു. ഡിസ്നിക്ക് സ്വന്തമായിരുന്ന 1928 പുറത്തിറങ്ങിയ ആദ്യകാല മിക്കി മൗസ് ചിത്രമായ സ്റ്റീം ബോട്ട് വില്ലയുടെ പകർപ്പവകാശം 2024 1 മുതൽ നഷ്ടമായിരിക്കുകയാണ്. മിക്കി ഇനി മുതൽ ജനങ്ങൾക്കും സ്വന്തമാണ്. പകർപ്പവകാശത്തിൻ്റെ സംരക്ഷണം നഷ്ടമായി ആദ്യ മണിക്കൂറിൽ തന്നെ ആളുകൾ മിക്കിയെ പല ക്രിയാത്മകവും രസകരവുമായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം അത്രത്തോളം ജനമനസ്സിൽ ആ കഥാപാത്രം ഇഴുകിച്ചേർന്നിട്ടുണ്ട്. പശ്ചാത്തല സംഗീതം മാറ്റി നൽകിയും കൂടുതൽ തമാശകൾ കൂട്ടിച്ചേർത്തും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റീമിക്സ് ചെയ്തും ആസ്വദിക്കുകയാണ് ജനങ്ങൾ. 2024 ജനുവരി 1 തിങ്കളാഴ്ച മിക്കി മൗസ് ട്രാപ്പ് എന്ന പേരിട്ടിരിക്കുന്ന സിനിമയുടെ ഒരു പോസ്റ്ററും ടീസർ ട്രെയിലറും പുറത്തെത്തിയിരുന്നു. മിക്കി മൗസിൻ്റെ വേഷമിട്ട മുഖംമൂടി ധരിച്ച കൊലയാളി ആർക്കേഡിൻ്റെ ഒരു കൂട്ടം യുവാക്കളെ ആക്രമിക്കുന്ന പശ്ചാത്തലമുള്ള ഹൊറർ സിനിമയാണ് മിക്കി മൗസ് ട്രാപ്പ്. ചിത്രം മാർച്ചിൽ റിലീസ് ചെയ്യാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പതിറ്റാണ്ടുകളായി മിക്കി മൗസിനെ ഡിസ്നി പാടുപെട്ട് സംരക്ഷിച്ചു വരികയാണ്. 1928 വാൾട്ട് ഡിസ്നിയുടെ അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ബോട്ട്വില്ലയുടെ പകർപ്പവകാശ സംരക്ഷണം 1984 കാലഹരണപ്പെടേണ്ടതായിരുന്നു. പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളുടെ കേന്ദ്രമായിരുന്നു സ്റ്റീം ബോട്ട് വില്ലി. ആദ്യ റിലീസിന് ശേഷം 50 വർഷമായിരുന്നു പകർപ്പവകാശത്തിൻ്റെ കാലാവധി. 1984 അക്കാലത്തെ നിയമപ്രകാരം പകർപ്പവകാശം കാലഹരണപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ഡിസ്നി ഗ്രൂപ്പ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കാലാവധി നീട്ടുകയാണ് ചെയ്തത്. 2003 അടുത്തെത്തിയപ്പോൾ ഇനിയൊരു 20 വർഷം കൂടി നീട്ടിത്തരണമെന്ന് ഡിസ്നി ആവശ്യപ്പെട്ടു. ഈ മാറ്റം മിക്കി മൗസിനെ 2023 അവസാനം വരെ സംരക്ഷിക്കുകയും ചെയ്തു. ഡിസ്നിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും തമ്മിലുള്ള നിയമ പോരാട്ടത്തിന് പിന്നാലെയാണ് ഇനിയും പകർപ്പവകാശം ഡിസ്നിക്ക് നീട്ടി നൽകേണ്ടതില്ലെന്ന തീരുമാനമുണ്ടാകുന്നത്. പകർപ്പവകാശ സംരക്ഷണ ആക്ടിനെ മിക്കി മൗസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് പലരും കളിയാക്കി വിളിച്ചിരുന്നത്. വിർജീനിയ വൂൾഫിൻ്റെ ഒർലാൻഡോ, ജെ.എം. ബാരിയുടെ പീറ്റർ പാൻ, ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്, വിന്നി ദി പൂനിൻ്റെ സുഹൃത്ത് ടിഗർ എന്നിവയും 1928 സൃഷ്ടികളും US പബ്ലിക് ഡൊമെയ്നിലുണ്ട്. മിക്കിയെപ്പോലെ തന്നെയാണ് 2022 വിന്നി ദി പൂനുവിന് പകർപ്പവകാശ പരിരക്ഷ നഷ്ടപ്പെട്ടത്. അടുത്ത നിമിഷം തന്നെ വിന്നിയെ ഒരു സീരിയൽ കില്ലറായി പലരും ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. സ്റ്റീം ബോട്ട് വില്ലയെ ചിത്രീകരിക്കുന്ന പുതിയ കഥകളും കലാസൃഷ്ടികളും നിർമ്മിക്കാൻ US-ലുള്ള ആർക്കും 1928 ഹ്രസ്വചിത്രം ഉപയോഗിക്കാം. എന്നാൽ പകർപ്പവകാശ നിയമത്തിൻ്റെ പരിരക്ഷകൾ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായതിനാൽ എഴുത്തുകാരൻ്റെയോ സൃഷ്ടാവിൻ്റെയോ മരണശേഷം 70 വർഷത്തിന് ശേഷം കൃതികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമത്തിൻ്റെ ചില അധികാര പരിധികൾ ഉൾപ്പെടുന്നതിനാൽ സ്റ്റീം ബോട്ട് വില്ലി കുറഞ്ഞത് 2042 വരെയെങ്കിലും പരിരക്ഷിക്കപ്പെടും. സ്റ്റീം ബോട്ട് വില്ലിയുടെ സഹസൃഷ്ടാവായ അബ് ഐവേഴ്സ് മാത്രമാണ് 1971 മരിച്ചത്. സ്റ്റീം ബോട്ട് വില്ലിക്ക് മാത്രമേ ഇനി പകർപ്പവകാശം ബാധകമാകാതെ വരൂ. അതിനുശേഷം വന്നവയെല്ലാം ഇപ്പോഴും ഡിസ്നിയുടെ കൈവശം തന്നെയാണുള്ളത്. സ്റ്റീം ബോട്ട് വില്ലിയിലെ മിക്കിക്ക് കൂർത്ത മൂക്കാണുള്ളത്. കൂടാതെ നീണ്ട വാലോ ശബ്ദമോ ഇല്ല. പിന്നീട് വന്ന മിക്കിയുടെ പതിപ്പുകൾക്കെല്ലാം വലിയ കണ്ണുകളും ചുവന്ന ഷോർട്ട്സും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവയെല്ലാം ഇപ്പോഴും പകർപ്പവകാശത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അവയെല്ലാം തന്നെ വരും ദശകങ്ങളിൽ പൊതുസഞ്ചയത്തിൽ പ്രവേശിക്കുന്നതാണ്. മിക്കി മൗസ് ഡിസ്നിയുടെ ഒരു വ്യാപാര മുദ്രയായതിനാൽ അത് അനിശ്ചിതമായി പുതുക്കുവാനും ഡിസ്നിക്ക് സാധിക്കുന്നുണ്ട്. സ്റ്റീം ബോട്ട് വില്ലയ്ക്ക് മാത്രമേ ഇനി പകർപ്പവകാശം ബാധകമാകാതെ വരൂ.